ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഉത്സവ കാഴ്ചകളൊക്കെ ഞാനൊരു വ്ളോഗാക്കി ഇടാം എന്നൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിൽ കൊടി കയറിയിട്ട് ഇപ്പോൾ 4-5 ദിവസമായിട്ടോ. അപ്പോൾ ഡെയിലി അമ്പലത്തിൽ പോയി വരുന്നത് കാരണം എനിക്കിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനൊന്നുമുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോസൊക്കെ പോയി എടുത്തായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത് അതൊന്ന് എഡിറ്റ് ചെയ്തൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴേക്കും ദേവുട്ടി ഓടി വന്നു. പിന്നെ വീഡിയോയുടെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അവൾ ഓരോ എക്സ്പ്രഷൻസൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദേവുവാണെങ്കിൽ ഓരോ പ്രോസസ്സ് ഇങ്ങനെ വന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്ന് കണ്ണെഴുതണു, പൊട്ട് തൊടണു, മുടി ചീവണു. കുറേയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ള് ദേവുട്ടിയുടെ ഗെറ്റ് റെഡി വിത്ത് മീ ആയിരിക്കും. അത് കാരണം ഞാൻ കുറേയൊക്കെ അങ്ങ് എഡിറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ നിന്ന് ദേവുട്ടിയെ റെഡിയാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ ഓർണമെൻറ്റ്സൊക്കെ എടുത്തെല്ലാം ക്യാമറയുടെ മുമ്പിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആവാൻ തുടങ്ങി. മുടി ഒന്ന് കെട്ടി, ഊരി പിന്നെയും കെട്ടി, വീണ്ടും കെട്ടി, അങ്ങനെയൊക്കെ ഒരുമാതിരി ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചു. പിന്നെ കമ്മലൊക്കെ എടുത്ത് നോക്കിയിട്ട് ആദ്യം എടുത്തത് കുറച്ച് ഹെവിയായി ആർഭാടായും തോന്നി. അത് മാറ്റി പിന്നെ ഒരു ചെറിയ കമ്മലൊക്കെ എടുത്തിട്ടു. എല്ലാം മാച്ച് ചെയ്ത് വളയൊക്കെ ഇട്ടു. പിന്നെ മൂക്കൂത്തി എനിക്കൊരു വീക്ക്നെസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഫാൻസി മൂക്കൂത്തികളൊക്കെ ഞാൻ കുറച്ചിങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്ന് മാറി മാറി ഇട്ട് നോക്കി. പിന്നെ വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി ഒരെണ്ണം എടുത്ത് അങ്ങ് ഇട്ടു. അങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ ഏകദേശം ഫിനിഷ് ചെയ്ത് അപ്പോഴേക്ക് ഇരുട്ടി തുടങ്ങി. നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കാഴ്ചകൾ വൈകുന്നേരത്തെ ആ ലൈറ്റും കാഴ്ചകളൊക്കെ കാണാൻ ഒരു നല്ല രസമല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പകർത്തി വെച്ചിരിക്കുന്നത് ഇന്ന് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡ് എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ ക്ഷേത്രക്കുളമാണ് കാണുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ നല്ലോണം അവർ ലൈറ്റ് വർക്ക്സൊക്കെ ചെയ്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ മഹാവിഷ്ണുവിൻ്റെ ഒരു ലൈറ്റ് വർക്കൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നരസിംഹമൂർത്തി, സുദർശനമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. അപ്പോൾ നമ്മൾ സൈഡ് എൻട്രൻസിൽ കൂടിയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അച്ചാമ്മയും ദേവൂട്ടിയും കൂടിയാണ് ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ. ഉത്സവത്തിൻ്റെ ഇനീഷ്യൽ ഡേയ്സിലൊന്നും അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പോകെയുള്ള ദിവസങ്ങളിലാണ് നല്ല തിരക്കൊക്കെ വരിക. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഉത്സവം തുടങ്ങിയിട്ടുള്ള ഒരു സെക്കൻഡ് ഡേയിലൊക്കെയാണ്. അപ്പോൾ അത്ര വലിയ തിരക്കൊന്നും ആയിട്ടില്ല. പിന്നെ അവിടെ ശ്രീബലി നടക്കുന്നുണ്ട്, കാഴ്ച ശ്രീബലി നടക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ സ്റ്റേജ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും ഫില്ലായിരിക്കും കേട്ടോ. ഈ ഭാഗത്തൊന്നും അങ്ങനെ ആൾക്കാരില്ല. എല്ലാവരും അപ്പുറത്തെ സൈഡിലാണ്. പരിപാടി നടക്കുന്നിടത്തും എഴുന്നള്ളത്ത് നടക്കുന്നിടത്തും ഒക്കെയാണ് ആൾക്കാർ കൂടുതലുണ്ടാവുക. അപ്പോൾ ഞാനും അമ്മയും ദേവുട്ടിയും കൂടി പോയി തൊഴുതു. പിന്നെ കുറച്ച് നേരം അവിടെ പോയി നിന്ന് ശിവേലിയൊക്കെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ പ്രദക്ഷിണം വെച്ചിട്ട് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെയാണ് നമ്മൾ കൂടുതൽ സമയം ആ ഒരു ഏരിയയിലാണ് സ്പെൻഡ് ചെയ്യുക. അവിടെയാണ് കാഴ്ചകളൊക്കെ അധികം ഉള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതൽ നേരം പോയി നിൽക്കുക. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ശിവേലിയൊക്കെ കണ്ട് നിന്നു. ഇന്നിപ്പോൾ 4 ആന 5 ആന അങ്ങനെ ഓരോ ദിവസം ആനകളുടെ എണ്ണം കൂടിക്കൂടി വരും. ദീപാവലിയുടെ ദിവസം 14 ആനയാണ് ഉണ്ടാവുക. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ അമ്പലത്തിലെ ഓരോ രീതികൾ കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് മെയിൻ എൻട്രൻസിൽ കൂടി ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി. ഇപ്പോൾ സാധാരണ നമ്മളുടെ ഈ മെയിൻ എൻട്രൻസിൻ്റെ 2 സൈഡിലും
ഈ പന്തലിട്ടിരിക്കുന്നതിൻ്റെ 2 സൈഡിലും ഫുൾ കടകളായിരിക്കും കേട്ടോ. ഒരുപാട് കടകൾ വരും. അത് പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ റോഡ് വികസനം അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നത് കാരണം വണ്ടികൾ മുഴുവൻ ഈ സൈഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ കടകളൊക്കെ വളരെ ലിമിറ്റഡ് കടകളൊക്കെ ഉള്ളൂ. ഇതുപോലെ കണ്ട കുഞ്ഞു കുഞ്ഞു കമ്മലിൻ്റെ കടകൾ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടായിരുന്നല്ലോ കേട്ടോ. പിന്നെ അവർ കുറച്ചുള്ളിലേക്കായിട്ടൊരു നമ്മുടെ എക്സിബിഷൻ സ്റ്റാളുകൾ പോലെ കുറച്ച് ഷോപ്പുകൾ അവരുള്ളിലേക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കി. അപ്പോൾ അവിടെ കുറച്ച് കടകളൊക്കെ വേറെ കുറച്ച് കടകളൊക്കെ കണ്ടു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കയറി നോക്കി എന്തൊക്കെയുണ്ട് എന്നൊക്കെ. മോളും ഞാനും അമ്മയും കൂടി ജസ്റ്റ് ഒന്ന് കയറി അതിനകത്തൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് പിന്നെ തിരിച്ചകത്ത് അമ്പലത്തിനകത്ത് വന്നിരുന്നു. നമ്മുടെ പ്രോഗ്രാംസൊക്കെ നടക്കണടുത്ത്. അപ്പോൾ അവിടെ രാവിലെ ഒരു 7 o'clock 8 o'clock പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ രാത്രി 12 മണി വരെ പരിപാടികളാണ് കേട്ടോ. സ്റ്റേജ് ഒഴിയാതെ ഇങ്ങനെ എപ്പോഴും പ്രോഗ്രാംസ് മാറി മാറി നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പോൾ സ്റ്റേജിൽ നങ്ങ്യാർകൂത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് നങ്ങ്യാർകൂത്തൊക്കെ കണ്ടു. കുറച്ച് നേരമൊക്കെ ദേവൂട്ടിയും അങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. പുതിയൊരു കാര്യം കാണുകയാണല്ലോ. അവൾ ആദ്യമായിട്ടാണ് നങ്ങ്യാർകൂത്ത് കാണുന്നത്. അപ്പോൾ അവൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി അവൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്താ കാര്യം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് മോളെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അങ്ങ് ബോറടിച്ച് തുടങ്ങി. അവൾ പറഞ്ഞു വാ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത്തെ കറക്കവും കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവാം. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ ഡെയിലി വന്ന് തൊഴും കേട്ടോ. രാവിലെയും വൈകുന്നേരവും പറ്റുന്ന പോലെ വന്ന് തൊഴും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമുക്ക് നാളെ വരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ദീപാവലിക്ക് വരുന്ന ആനകളാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥിരം ദോശക്കടയിൽ കയറി ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചു. ഞാൻ ഓൾറെഡി മുന്നേ ഒരു വീഡിയോയിൽ അത് കാണിച്ചിരുന്ന കാരണമാണ് ഞാൻ പിന്നെ അതിനകത്ത് കാഴ്ചകളൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനൊരു വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മളുടെ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. Thank you for watching.